ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇതുവരെ കണ്ട കാഴ്ചകളൊന്നുമല്ല ഇനി സ്നേഹക്കൂട്ടിൽ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രേക്ഷകരെ കോരിത്തെറിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹക്കൂട്ടിൽ ഇത്രയും നാൾ കണ്ട കാഴ്ചയിൽ നിന്നും വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പ്രേക്ഷകർ പോലും ചിന്തിക്കാത്ത ട്വിസ്റ്റാണ് പല്ലവിയുടെയും സേതുവിൻ്റെയും ഋതുവിൻ്റെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇനി എന്തൊക്കെ ആയിരിക്കും നടക്കുക, ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് ജിത്തിനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പല്ലവിയും ഋതുവും അവിടേക്ക് എത്തിയത്. ഒരുപാട് നേരം റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്ത് നിന്നു, പക്ഷേ ജിത്ത് വന്നില്ല. ഋതു തൻ്റെ പ്രണയത്തെക്കുറിച്ച് ആ സമയത്ത് എല്ലാം പല്ലവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ജിത്ത് തൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പല്ലവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. മാത്രമല്ല പറഞ്ഞാലും സമയം പോലും പോകുന്നത് ഋതുവിന് അറിയാൻ പറ്റുന്നില്ല. അത്രത്തോളം ജിത്തിനോടുള്ള പ്രണയം ഋതു പറയുമ്പോൾ പല്ലവിക്കത് മനസ്സിലായി എത്രത്തോളം പല്ലവിയെ ജിത്ത് സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ഇത്രയും നേരമായിട്ടും ജിത്തിനെ കണ്ടില്ലല്ലോ, നമ്മൾ കുറേ നേരമായില്ലേ വന്നിട്ട്, ഇനി വരുമോ എന്ന് പല്ലവി ഋതുവിനോട് ചോദിച്ചു. എന്നാൽ വരും പല്ലവി, ഒരിക്കലും ജിത്ത് പറ്റിക്കത്തില്ല. എന്നോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജിത്ത് ആ ഒരു സമയത്ത് തന്നെ എത്തും. അത്രത്തോളം പഞ്ച്വാലിറ്റി ഉള്ള ആളാണ് ജിത്ത് എന്നൊക്കെ പറഞ്ഞ് ജിത്തിനെ ഒരുപാട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഋതു. എന്നാൽ അത്രയും നേരങ്ങളായിട്ടും മണിക്കൂറുകളോളം കടന്നുപോയിട്ടും അപ്പോഴും ജിത്ത് വന്നില്ല. പല്ലവി ഋതുവിനോട് പറയുന്നുണ്ട്, ജിത്തിനെ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ, പക്ഷെ വന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കിനി വീട്ടിലേക്ക് പോയാലോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും, നമുക്ക് പറയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ കാര്യമല്ലേ, എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും, നമുക്കതുകൊണ്ട് പിന്നെ ഒരു ദിവസം വന്ന് കാണാം, ഇപ്പോൾ വീട്ടിലേക്ക് പോയാലോ എന്ന് പല്ലവി ഋതുവിനോട് ചോദിച്ചു. എങ്കിലും മനസ്സോടെ ഋതു തിരികെ വീട്ടിലോട്ട് പല്ലവിക്കൊപ്പം പോകാനായിട്ട് തയ്യാറായി. തിരികെ വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ പല്ലവിയെ ഋതു തടഞ്ഞു. ജിത്തിനെ കാണാൻ കഴിയാത്ത സങ്കടത്തോടു കൂടി തന്നെയാണ് ഋതു വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു സങ്കടത്തോടു കൂടി തന്നെ ഋതു വന്നപ്പോൾ തന്നെ പല്ലവിയോട് ഒരു കാര്യം പറഞ്ഞു. പല്ലവി, വീട്ടിലെത്തിയതിന് ശേഷം സേതുവേട്ടനോട് ഈ ഒരു കാര്യങ്ങളൊന്നും പറയണ്ട, സേതുവേട്ടനോട് ജിത്തിനെ കാണാത്ത കാര്യങ്ങളൊന്നും തന്നെ പറയണ്ട. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സേതുവേട്ടനത് സങ്കടമാവും. സേതുവേട്ടൻ നല്ല പഞ്ച്വാലിറ്റി നോക്കുന്ന ഒരാളാണ്. ഇനി ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയല്ലോ, കൂടിക്കാഴ്ച നടത്താൻ പറ്റിയില്ലല്ലോ, സമയത്തിന് ജിത്ത് എത്തിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സേതുവേട്ടനത് വേറെ രീതിയിലായിരിക്കും കാണുക. അപ്പോൾ സേതുവേട്ടൻ്റെ മനസ്സിൽ തന്നെ ഒരു മോശം ചിത്രീകരണം ജിത്തിനെക്കുറിച്ച് ഉണ്ടാകും. അങ്ങനെ ഒന്നും വരരുത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല്ലവി എനിക്ക് വേണ്ടിയിട്ട് ഒരു കള്ളം പറയണം, ജിത്തിനെ നമ്മൾ കണ്ടു എന്ന് കള്ളം പറഞ്ഞാൽ മതി എന്ന് പല്ലവിയോട് ഋതു പറഞ്ഞു. എന്നാൽ ഒരു കാരണവശാലും കള്ളം പറയാത്ത, അങ്ങനെ കള്ളം പറയാൻ മനസ്സ് വരാത്ത പല്ലവി ഋതുവിന് വേണ്ടിയിട്ട് കള്ളം പറയാം എന്ന് സമ്മതിച്ചു. പല്ലവിക്കാണെങ്കിൽ ഒരിക്കലും കള്ളം പറയാൻ പറ്റത്തില്ല, എങ്കിലും ഋതുവിന് വേണ്ടി ഞാനത് സമ്മതിക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല എത്രയും പെട്ടെന്ന് ജിത്തിനെ കാണാനായിട്ട് ഒരു അവസരവും ഉണ്ടാക്കണമെന്ന് കൂടി പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ വീട്ടിലേക്ക് കയറിയത്. വീട്ടിലേക്ക് കയറിയ ഉടൻ തന്നെ സേതു വന്ന് ജിത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ജിത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ ഋതുവും പല്ലവിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ജിത്തിനെ കണ്ടു, സംസാരിച്ചു, എല്ലാം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി. തിരികെ ഈ സംസാരങ്ങൾ കഴിഞ്ഞ് സേതു പോയപ്പോഴും ഋതുവിനോട് പല്ലവി പറയുന്നുണ്ട്, ഋതു മറക്കരുത്, എത്രയും പെട്ടെന്ന് ജിത്തുമായിട്ടുള്ള കൂടിക്കാഴ്ച നീ എങ്ങനെയെങ്കിലും ഒരുക്കി തരണം. എനിക്ക് ഇതേപോലെ കുറേ നേരമൊന്നും സേതുവേട്ടനോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് കൂടി പല്ലവി പറഞ്ഞപ്പോൾ ശരി, ഞാൻ സമ്മതിക്കാം, ഞാൻ എത്രയും പെട്ടെന്ന് ആ കൂടിക്കാഴ്ച നടത്താം എന്നുകൂടി പറഞ്ഞു. ശേഷം റൂമിലേക്ക് ചെന്നപ്പോൾ
അവിടെ ജിത്തിനെ കണ്ട കാര്യങ്ങളും ജിത്ത് ഭംഗിയുള്ള ആളാണോ, എങ്ങനെയാണ് അയാളുടെ പെരുമാറ്റം, സംസാരം കൊള്ളാമോ, വീട്ടുകാരെങ്ങനെയുണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്ത് ജോബാണ് ചെയ്യുന്നത്, എന്ത് ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സേതു ഒരേ സ്വരത്തിൽ പല്ലവിയോട് ചോദിച്ചപ്പോൾ പല്ലവിക്ക് ഇതിനൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. ബബബ അടിച്ച് പല്ലവി എന്തൊക്കെയോ പറഞ്ഞ് കാട്ടിക്കൂട്ടി സേതുവിനെ വിശ്വസിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഉടൻ തന്നെ ഋതുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഋതു, സേതുവേട്ടൻ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എനിക്കതിലൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജിത്തിനെ കാണാനായിട്ട് പറയണം, എന്നെ വന്ന് കാണാൻ പറയണം എന്നുകൂടി ഋതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം കളയാതെ അന്ന് തന്നെ ഋതു നേരെ ജിത്തിനെ കാണാനായിട്ട് പോയി. ഇന്ദ്രജിത്തുമായിട്ട് കണ്ടുമുട്ടി സംസാരിച്ചു. എന്നാൽ ഇന്ദ്രൻ ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല. ഇന്ദ്രൻ പറഞ്ഞത്, ഞാൻ ഇങ്ങോട്ടേക്ക് ഋതുവിനെയും പല്ലവിയെയും കാണാനായിട്ട് വരുന്ന സമയത്ത് എന്നെ മന്ത്രി വിളിച്ചിരുന്നുവെന്നും അയാളുമായിട്ട് ഒന്ന് കണ്ടുമുട്ടാനായിട്ട് ആവശ്യപ്പെട്ടു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അങ്ങനെ കണ്ടു, സംസാരിച്ചു, ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയിൽ എന്നോട് ഭക്ഷണം കഴിച്ചിട്ട് കൂടി പോയാൽ മതിയെന്നാണ് പറഞ്ഞത്. ഭക്ഷണമെല്ലാം കഴിച്ച് ഞാൻ വന്നപ്പോൾ സമയം താമസിച്ചു പോയി എന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു. ഋതുവിന് സങ്കടമുണ്ട്, എങ്കിലും ഇന്ദ്രൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. ഉടൻ തന്നെ നമുക്ക് വീണ്ടും പല്ലവിയെ കാണണമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ദ്രൻ വിചാരിച്ചിരുന്നില്ല ആ ദിവസം തന്നെ 6 മണിക്കാണ് കാണേണ്ടതെന്ന്. ഋതു പറഞ്ഞു, ഇന്ന് വൈകുന്നേരം 6 മണിയാവുമ്പോൾ നമുക്ക് പല്ലവിയെ കാണണം, സംസാരിക്കണം, എന്നിട്ട് ഈ ഒരു വിവാഹം ഉറപ്പിക്കണം എന്നുകൂടി ഋതു പറഞ്ഞു. എന്നാൽ ഇന്ദ്രൻ മറുത്തൊന്നും പറഞ്ഞില്ല. ശരി എന്ന് പറഞ്ഞ് സമ്മതിച്ചു. എന്നിട്ട് നേരെ കാറെടുത്തുകൊണ്ട് ഇന്ദ്രൻ പോയത് പ്രതാപന്റെ വീട്ടിലേക്കാണ്. പ്രതാപനോട് ചെന്നുടനെ പറഞ്ഞു, എനിക്ക് തൻ്റെ ഒരു സഹായം വേണം. വേറൊന്നുമല്ല, ഇന്ന് 6 മണിയാവുമ്പോൾ പല്ലവി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കണം. പല്ലവി, ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുവാണ്, അതിന് പല്ലവി തടസ്സം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് 6 മണിയാവുമ്പോൾ പല്ലവിയെ എങ്ങനെയെങ്കിലും നീ നിന്റെ മുന്നിൽ എത്തിക്കണം, ഞാനുമായിട്ട് കാണാൻ ഇടവരുത്തരുത് എന്നുകൂടി പ്രതാപനോട് പറഞ്ഞു. എന്നാൽ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിന് മാത്രം ഉത്തരം പറഞ്ഞിരുന്നില്ല. ഇന്ദ്രൻ പറയുന്ന പൈസ അയച്ചു തരാമെന്ന് കൂടി പറഞ്ഞിട്ട് പോയി. എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം പ്രതാപൻ ഒരു പ്ലാൻ ഉണ്ടാക്കി. നേരെ പൂർണിമയെ വിളിച്ചു. എന്നിട്ട് അന്ന് ചേച്ചി ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഉത്തരം, തൻ്റെ പിന്നിൽ ആര് ആണ് ഉള്ളത് എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയാം. പക്ഷേ അത് ഫോണിൽ കൂടി പറയാൻ പറ്റത്തില്ല, നേരിട്ട് കണ്ടേ പറയാൻ സാധിക്കത്തുള്ളൂ എന്നുകൂടി ഈ പ്രതാപൻ പറഞ്ഞു. എന്നാൽ നീ പറ, ഞാൻ ആ സ്ഥലത്തേക്ക് എത്താമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രതാപൻ സമ്മതിച്ചില്ല. പകരം എനിക്ക് ചേച്ചിയോട് പറയാൻ പറ്റത്തില്ല, പല്ലവിയോട് ഞാൻ പറയാം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒന്നാതെ വയ്യാത്തതാണ്. അപ്പം എന്തെങ്കിലും പറഞ്ഞ് ചേച്ചി അത് അറിഞ്ഞ് ചേച്ചിക്ക് ടെൻഷൻ കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ, അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ പറയത്തില്ല, പല്ലവി വന്നാൽ മാത്രമേ പറയത്തുള്ളൂ എന്നുകൂടി പ്രതാപൻ പറഞ്ഞു. ശരി, ഞാൻ പല്ലവിയോട് നീ പറയുന്ന സ്ഥലത്തേക്ക് ആ സമയത്തേക്ക് എത്താനായിട്ട് ആവശ്യപ്പെടാമെന്നുകൂടി പൂർണിമ കോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നീ ചതിക്കുഴിയിൽ പെടുത്താനല്ലല്ലോ എന്നുകൂടി പറഞ്ഞിട്ട് തന്നെയാണ് പൂർണിമ കോൾ കട്ട് ചെയ്തത്. എന്നാൽ അവസാനം പല്ലവിയെ അപകടപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് ആർക്കും തന്നെ അറിയത്തില്ല. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രതാപൻ പല്ലവിയെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഋതുവിനും ഇന്ദ്രനും പല്ലവിയെ കാണാൻ പറ്റത്തില്ല. ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഇന്ദ്രൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടും. എന്നാലും വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങൾ ഇന്ദ്രനെ കാത്തിരിക്കുവാണ്. ആ പ്രശ്നങ്ങളിലെല്ലാം പെടുമോ? ഇനി ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ഋതു രക്ഷപ്പെടുമോ? അതോ ഋതുവിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുമോ? പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം നടക്കുമോ? അതോ അവരുടെ വിവാഹം മുടങ്ങുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.